എന്തുകൊണ്ടാണ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പെയിന് വരാനുള്ള കാരണം എന്താണ്? ഇന്നലെ എൻ്റെ ഒരു ക്ലയൻസ് ചോദിച്ചു. ഞാൻ ഇന്നലെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷം ഞാനൊരു 15 മിനിറ്റ് എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് പെയിൻ ഉള്ള കാരണം ലീവ് ആവേണ്ടി വന്നു എന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളൊരു വർക്കൗട്ട് സെഷനിൽ ജോയിൻ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ ആ ഒരു വർക്കൗട്ടിന്റെ വാമപ്പ് സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. നമ്മൾ വാമപ്പ് ഒന്നും ചെയ്യാതെ ഒരു വർക്കൗട്ട് ഡയറക്റ്റ് നിങ്ങൾ ഒരു വെയിറ്റ് ലോസിന്റെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ, ഒരു ഹെവി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഒരുപാട് ഹൈ ആയിരിക്കും. പെയിൻ വരാനുള്ള ചാൻസും ഒരുപാട് ഹൈ ആയിരിക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു സെഷന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സപ്പോസ് നിങ്ങൾ ഏതെങ്കിലും ഒരിട സമയത്താണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ വാമപ്പ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം മാത്രം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതല്ല എങ്കിൽ നമുക്ക് ഇഞ്ചുറി വരാനും നമ്മുടെ ബോഡി വീക്ക് ആവാനും ഒരുപാട് പെയിൻ വരാനും ചാൻസ് ഒരുപാട് ഹൈ ആയിരിക്കും. കാരണം നമ്മുടെ ബോഡി ആക്റ്റീവ് ആവണമെങ്കിൽ, നമ്മുടെ ബോഡി ഫ്ലെക്സിബിൾ ആവണമെങ്കിൽ ബോഡിക്ക് നല്ല വാമപ്പ് കിട്ടി ബോഡി ഹീറ്റ് ആവണം. ആ ഹീറ്റ് ആവുന്ന സമയത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാനും അത് നമുക്ക് വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ഹെൽത്ത് ഇംപ്രൂവ്മെന്റും തരികയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് വെയിറ്റ് കുറക്കുന്ന ഇൻട്രസ്റ്റോടുകൂടി വന്ന് വയറിൽ മാത്രം എക്സസൈസ് ചെയ്യാം എന്നുള്ള ഒരു തോട്ട്സിൽ നിങ്ങൾ നിന്ന് വാമപ്പും ഒന്നും ചെയ്യാതെ നിങ്ങൾ ഡയറക്റ്റ് ഹെവി വർക്കൗട്ടിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പെയിൻ വരാനുള്ള ചാൻസ് ഒരുപാട് ഹൈ ആയിരിക്കും. ഹെവി വർക്കൗട്ട് ചെയ്തതിനു ശേഷം വീണ്ടും അഗൈൻ നമ്മൾ ഒരു സ്ട്രെച്ചിങ് കൂടി ചെയ്ത് വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്സ് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വർക്കൗട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ എൻഡ് വരെ നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ഭാഗങ്ങൾക്കുള്ള എക്സസൈസുകൾ അത് ഫോളോ ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസിനോടുകൂടെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആവാനുള്ള ചാൻസും ഒരുപാട് കൂടുതലായിരിക്കും. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.